ചേട്ടാ ഇത് എവിടെയാ ഇരിക്കുന്നേ? എന്താ മോളെ? ചേട്ടാ എനിക്ക് മൈലാഞ്ചി ഒന്നിട്ടെന്നേ. ഇപ്പൊ പറ്റില്ലടാ, ഞാൻ പിന്നെ വെച്ചുതരാം. ഇന്നേ സുമംഗലികൾ വ്രതം എടുക്കുന്ന ദിവസാ. മൈലാഞ്ചി വെച്ചാലേ വളരെ നല്ലതാ. എന്നിട്ട് ഭർത്താവിന്റെ ആയുസിന് ഗൗരി ദേവിക്ക് പൂജ ചെയ്യണം. ഇതൊക്കെ പെണ്ണുങ്ങൾ ചെയ്യേണ്ടതാ. അതെന്താ ആ മൈലാഞ്ചിന്റെ ഏട്ടൻ മാത്രം വെച്ചരാൻ പാടുള്ളൂ? ഞാൻ വെച്ചരാൻ പാടില്ലേ? എന്റെ കല്യാണത്തിനെ എന്റെ ചേട്ടനല്ലേ മൈലാഞ്ചി ഇട്ടെന്നേ. അതിന്റെ ഭർത്താവിനെ വളരെ ഇഷ്ടപ്പെട്ടു വസു. അതിനെ കുറിച്ച് അദ്ദേഹം എന്തോരം സംസാരിച്ചെന്നറിയോ? ചേട്ടാ ഇപ്പൊ അദ്ദേഹം എന്ത് ചെയ്യായിരിക്കും? ഇപ്പൊ അവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ടാകൂല്ലേ? ഭർത്താവിനെ കുറിച്ച് അല്ലാതെ നിനക്ക് വേറെ ഒന്നുമില്ല സംസാരിക്കാൻ. ഇന്നലെ കയറി വന്നവനല്ലേ എന്നെക്കാളും വലുതായ അവൻ. ഹീറോ ഏട്ടാ എന്താ പറ്റി നിങ്ങൾക്ക്? ഇവളെതിരെ വഴക്ക് പറയുന്നേ? വായടയ്ക്ക്. അതല്ല നിനക്കെന്താ ഇവിടെ ജോലി? ഇതാണോ നിന്റെ വീട്? പോ നിന്റെ വീട്ടിലേക്ക് ഓ. അക്ഷയ പുണ്യലോകഫലാവാപ്ത്യർത്ഥം ബ്രഹ്മലോക നിവാസഫലസിദ്ധ്യർത്ഥം ശ്രാദ്ധ കർമ്മണ കരിഷ്യേ. ഡാളിയ, നീ വരുവെന്ന് നിനക്ക് ഇഷ്ടമുള്ള പലഹാരങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കടാ. കഴിക്ക്. വീട്ടിലെ മരുമോൻ എന്റെ ഫ്രണ്ട് ഒരു കൊല്ലം മുഴുവൻ ഇരുത്തി നിന്ന് ഭക്ഷണം കഴിപ്പിക്കുമെന്ന് വിചാരിച്ചതാ. എന്നാലിപ്പോ കൊല്ലത്തിലൊരിക്കൽ കഴിപ്പിക്കാൻ പറ്റുന്നുള്ളൂ. പിണ്ടം. എന്തിനാ ഇങ്ങോട്ട് വന്നേ? ജ്യോതി, ജ്യോതി അറിയാൻ പാടില്ല. ജ്യോതിയോട് പറയരുത് പ്ലീസ്. ഇങ്ങനെ സംഭവിച്ചു എന്താ ഉണ്ടായേ? ആ MLA കൊന്നത്. അയാള് ഇദ്ദേഹത്തെയും കൊന്നാളഞ്ഞല്ലേ? അളിയനെയും കൊന്നോ? അതിന്റെ അർത്ഥം നിങ്ങളുടെ അളിയനെ അവൻ കൊന്നാളഞ്ഞല്ലേ? കാര്യം എന്താന്ന് പറ. എന്റെ അച്ഛൻ MLA എന്താ സംഭവിച്ചേ? നിങ്ങളുടെ അച്ഛനെ അയാളെ കൊന്നാളഞ്ഞത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ച ജ്യോതിക്ക് വേറെ ആരാ ഉള്ള ഏട്ടാ? അതുകൊണ്ടാ ഞാൻ പറയാത്ത. ഞാൻ വലിയ തെറ്റാ ചെയ്ത ഏട്ടാ, വലിയ തെറ്റാണ്. അപ്പൊ തന്നെ പറഞ്ഞിരുന്നെങ്കിൽ ആ മഹാഭാവി എപ്പോഴും നിങ്ങളുടെ കൈകൊണ്ട് ചത്തുപോയേനെ. അപ്പൊ ഒരിക്കലും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു. എന്റെ കണ്ണ് കാണാൻ വയ്യാത്ത അനിയത്തി എന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോയില്ലേ? അല്ലെങ്കിൽ ഞാൻ എന്തു ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. എന്നാ ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? ഈ ത്യാഗമൊക്കെ എനിക്ക് വേണ്ടിയായിരുന്നോ? മോളെ ജ്യോതി, അതല്ല. തുടരുത്. എന്താ ചേട്ടൻ മാത്രാണോ മിലിറ്ററി മാതാവിന് ജനിച്ചത്? ഞാനും മോളല്ലേ എന്ന് വെച്ച് ചേട്ടൻ മരിച്ചാലും ഞാൻ പേടിച്ചിരിക്കണോ? ഇപ്പോ എന്റെ ഭർത്താവിനെ അവർ കൊന്നു. ഇനി എന്നെ കൊന്നാലും ചേട്ടൻ ഇങ്ങനെ നോക്കി നിൽക്കോ? ഞാൻ പറയുന്നത് കേക്ക്. അതിനുശേഷാണോ പകരം ചോദിക്കുന്നത്? ജ്യോതി, അത് ഒരു മിലിറ്ററിക്കാരന്റെ മകൾ, ഒരു മിലിറ്ററിക്കാരന്റെ പെങ്ങൾ, ഒരു മിലിറ്ററിക്കാരന്റെ ഭാര്യ. എന്നിട്ട് ഞാൻ പേടിക്കണോ? എന്റെ വയറ്റിലുള്ളത് നമ്മുടെ അച്ഛനാ. അച്ഛൻ എനിക്ക് ജനിക്കും, അച്ഛനാ എനിക്ക് ജനിക്കാം. എന്റെ അച്ഛനെ ഞാൻ വളർത്തും, എന്റെ ചേട്ടനെ പോലെ വളർത്തും. എന്നിട്ട് ഞാൻ എന്റെ ചേട്ടനെ പോലെ മിലിറ്ററിയിൽ ചേർത്തും. ഇതെന്റെ വാക്കാണ്. എന്റെ അച്ഛന്റെ മരണത്തിനും എന്റെ ഭർത്താവിന്റെ മരണത്തിനും കാരണമായവൻ ജീവനോടെ ഇരിക്കുന്നത് വരെ എന്റെ ഭർത്താവിന് ഒരിക്കലും ശാന്തി ലഭിക്കില്ല. ചണ്ടി, ചണ്ടി, ആ MLA ആൾക്കാര് നിന്റെ അച്ഛന്റെ സമാധി പൊളിക്കടാ.
പേര് അവിടെ ഉണ്ടായിരുന്നത്. ഞങ്ങളൊന്നും ചെയ്തില്ല. ആ എസ്ഐയെ കൊന്നു. ഞങ്ങൾ എന്തിനാ കൊല്ലാതെ വിട്ടെന്ന് എനിക്കൊരു പിടിയുമില്ല. എനിക്ക് പേടിയാവുന്നു അമ്മാവാ. നമ്മളെ അവൻ എന്തായാലും അവിടെ നോക്കി. Thank you.